സംവിധായകൻ ഷൂജിത് സർക്കാരിൻ്റെ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള ഐ വാണ്ട് ടു ടോക്ക് ഒരു ട്രൂ സ്റ്റോറി ബേസ്ഡ് ഡ്രാമയാണ്. ആ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഇതിനെ ഏത് തരത്തിലുള്ള ഏത് ജോണറിലുള്ള സിനിമയാണെന്ന് പറയണമെന്ന് മനസ്സിലാകാത്തൊരവസ്ഥയിലേക്ക് ഞാൻ പോയി. അഭിഷേക് ബച്ചൻ അവതരിപ്പിച്ചിട്ടുള്ള അർജുൻ സെൻ എന്ന കഥാപാത്രത്തിൻ്റെ ജീവിതം കാണിക്കുന്ന സിനിമയുടെ ഫൈനൽ ടേക്ക് അവേ വളരെ പോസിറ്റീവായിട്ടുള്ള ഒന്നാണെങ്കിലും ഹോപ്പിൻ്റെ റിയലിസ്റ്റിക് ആയിട്ടുള്ള പല ഷെയ്ഡുകളും നമുക്ക് കാണിച്ചു തന്നുകൊണ്ടാണ് സിനിമ അവിടം വരെ എത്തുന്നത്. 100 ദിവസമേ ജീവിക്കൂ എന്ന് ഡോക്ടർമാർ വിധിയെഴുതിയ ഒരു മനുഷ്യൻ 10,000-ന് മുകളിൽ ദിവസങ്ങൾ ജീവിച്ച ഒരു കഥ എന്നുള്ള രീതിയിലാണ് ഈ സിനിമ സ്ട്രക്ചർ ചെയ്തിട്ടുള്ളതെങ്കിലും പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു കംഫർട്ട് ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഒന്നിലധികം തവണ ഈ സിനിമ സൂക്ഷ്മമായിട്ട് കണ്ടാൽ മാത്രമേ എന്തുകൊണ്ടാണ് ആ കംഫർട്ട് നമുക്ക് ലഭിക്കുന്നതെന്ന് പറയാൻ പറ്റുള്ളൂ. അമേരിക്കയിൽ ജോലി ചെയ്യുന്ന അർജുൻ സെൻ എന്ന ബംഗാളിയുടെ കഥയാണ് ഈ സിനിമയിൽ നമ്മൾ കാണുന്നത്. സംസാരിക്കാൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന അർജുൻ ആളുകൾ വളരെയധികം പ്രൊഡക്റ്റീവ് ആയിരിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യനാണ്. വർക്കഹോളിക് ആയിട്ടുള്ള അർജുൻ്റെ ജീവിതത്തിൽ ഒരു ഘട്ടത്തിൽ അയാൾ മനസ്സിലാക്കിയാണ് അയാൾക്ക് ത്രോട്ട് ക്യാൻസർ ഉണ്ടെന്ന്. ഭാവി അത്ര ശുഭകരമല്ല എന്ന് അദ്ദേഹത്തോട് ഡോക്ടർമാർ പറയുന്നു. ഐ വാണ്ട് ടു ടോക്ക് എന്ന ഈ സിനിമയിൽ നമ്മൾ കാണുന്നത് ഈ മനുഷ്യൻ്റെ ചെറുത്തുനിൽപ്പാണ്. 20ഓളം സർജറികൾ പിന്നീടുള്ള തൻ്റെ ജീവിതത്തിൽ ചെയ്ത് ഇയാൾ എങ്ങനെ പിടിച്ചു നിന്ന് എന്നതാണ് നമ്മൾ ഈ സിനിമയിൽ കാണുന്നത്. അർജുൻ സെന്നിൻ്റെ കഥ ആര് കേട്ടാലും കൽഹോ നഹോ ടൈപ്പ് ഒരു സെൻറ്റിമെൻ്റൽ സിനിമ ഉണ്ടാക്കാമെന്നാകും ആദ്യം വിചാരിക്കുക. എന്നാൽ ഷൂജിത് സർക്കാർ എന്ന സംവിധായകൻ്റെ ഒരു പ്രത്യേകത ഈ ഒരു സ്ഥലത്താണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. രോഗം വരുന്നതിന് മുമ്പുള്ള അർജുൻ എങ്ങനെയായിരുന്നു അയാളെ വല്ലാതെ ഒന്നും മാറ്റാൻ ഷൂജിത് സർക്കാർ ശ്രമിക്കുന്നില്ല. പകരം അയാളുടെ ജീവിതത്തിൽ ആ ഘട്ടത്തിൽ വരുന്ന മാറ്റങ്ങളിലൂടെ അയാൾക്ക് ചുറ്റുമുള്ള ആളുകളെ എക്സ്പ്ലോർ ചെയ്യാനാണ് ഷൂജിത് സർക്കാർ ശ്രമിക്കുന്നത്. അത്തരത്തിൽ അർജുനുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രമാണ് അദ്ദേഹത്തിൻ്റെ മകളായിട്ടുള്ള റേയ. സിനിമയുടെ ആദ്യ പകുതിയിൽ അച്ഛൻ അനുഭവിക്കുന്ന വേദനകൾ എന്താണെന്ന് മനസ്സിലാകാത്ത ചെറിയ കുട്ടിയാണ് റേയ. പക്ഷേ രണ്ടാം പകുതിയിലെ പക്വതയുള്ള റേയോട് അർജുൻ പ്രാക്ടിക്കൽ ആയിട്ടുള്ള സംഭാഷണങ്ങൾ നടത്തുമ്പോൾ അർജുൻ്റെ തകർന്നുപോയ ജീവിതം കാരണം മകൾ എത്രത്തോളം എഫക്റ്റഡ് ആണ് എന്ന് അയാൾ മനസ്സിലാക്കുന്നുണ്ട്. ബംഗാളിയായ അർജുനും അദ്ദേഹത്തിൻ്റെ മകളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് സ്ക്രീനിൽ കാണുമ്പോൾ ഷൂജിത് സർക്കാർ തന്നെ ഒരുക്കിയിട്ടുള്ള മറ്റൊരു ക്ലാസിക്കാണ് നമുക്ക് ഓർമ്മ വരിക, പീക്കു. മകളുടെ ബ്രേക്കപ്പ് ന്യൂസിന് തംസപ്പ് കൊടുക്കുന്ന മകളുടെ ബോയ് ഫ്രണ്ടിനെ സംശയത്തോടെ മാത്രം കാണുന്ന അർജുനെ കാണുമ്പോൾ നമുക്ക് പീക്കുവിൽ അമിതാഭ് ബച്ചൻ ചെയ്ത കഥാപാത്രത്തിനെ തന്നെയാണ് ഓർമ്മ വരിക. കുറഞ്ഞ സ്ക്രീൻ ടൈമേ ഉള്ളൂ എങ്കിലും സാമാന്യം നല്ലപോലെ നമ്മളിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചൊരു കഥാപാത്രമാണ് നേഴ്സ് നാൻസി. അർജുൻ കടന്നു പോകുന്ന സിറ്റുവേഷനെ കുറിച്ച് നാൻസിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നാൻസിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ അൾട്ടിമേറ്റ്ലി നമ്മൾ അറിയുമ്പോൾ എന്തുകൊണ്ടാണ് അവർക്ക് അർജുനെ മനസ്സിലാക്കാൻ സാധിച്ചത് എന്ന് നമുക്ക് മനസ്സിലാവും. സ്പൂൺ ഫീഡ് ചെയ്യാതെ ഒരു കഥാപാത്രത്തിൻ്റെ ഇമോഷണൽ സ്പേസ് നമുക്ക് കാണിച്ചു തരുന്ന ഒരു ഷൂജിത് സർക്കാർ മെത്തേഡായിരുന്നു അത്. മരിക്കാൻ പോകുന്ന ആളുകളോട് സിമ്പതി കാണിക്കുന്ന തരത്തിലുള്ള ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ഒരു പാറ്റേണിനോടുള്ള വിയോജിപ്പ് പ്രകടിപ്പിക്കാൻ വേണ്ടി ഷൂജിത് സർക്കാർ ഉണ്ടാക്കിയ ഒരു സിനിമയാണ് ഐ വാണ്ട് ടു ടോക്ക് എന്ന് വേണമെങ്കിൽ പറയാം. റിതേഷ് ഷാ എഴുതിയിട്ടുള്ള സിനിമയുടെ സ്ക്രിപ്റ്റ് അർജുനെ ഒരു പെർഫെക്റ്റ് ക്യാരക്ടറാക്കി മാറ്റാനൊന്നും ശ്രമിക്കുന്നില്ല. ഇത്രയും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ വന്നിട്ടും മരണത്തെ മുഖാമുഖം കാണുന്ന ഒരു അവസ്ഥയിൽ എത്തിയിട്ടും സ്വന്തം പിടിവാശികളിൽ നിന്ന് മാറാത്ത ഒരു അർജുനെ കാണിച്ചുകൊണ്ടാണ് ഷൂജിത് സർക്കാർ ഈ സിനിമയിൽ ഒരു പരിധിവരെ ഹ്യൂമർ കൊണ്ടുവന്നിട്ടുള്ളത്. അർജുൻ അദ്ദേഹത്തിൻ്റെ ഡോക്ടറുമായി നടത്തുന്ന കോൺവെർസേഷനുകളാണ് ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ളത്. ഒരു ഘട്ടത്തിൽ ഡോക്ടർ വരെ പറയുന്നുണ്ട് എന്നെ പോലും മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള കഴിവുള്ള ആളാണ് അർജുൻ എന്ന്. പീക്കുവിൽ ഭാസ്കർ ബാനർജി എന്ന കഥാപാത്രം കാരണം നമുക്ക് കാണാൻ സാധിക്കുന്ന ഇൻസെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ഹ്യൂമർ ആ ഏരിയയിൽ ഷൂജിത് സർക്കാർ ഉപയോഗിക്കുന്നുണ്ട്. സിമ്പതിയുടെ കണ്ണിലൂടെ അല്ലാതെ ആളുകൾ തൻ്റെ കഥാപാത്രത്തെ ഒബ്സർവ് ചെയ്യണം എന്നൊരു നിർബന്ധ ബുദ്ധിയുള്ള രീതിയിലാണ് ഷൂജിത് സർക്കാർ ഇയാളുടെ ഇവൻറ്റ്ഫുൾ ആയിട്ടുള്ള ജേർണി നമുക്ക് കാണിച്ചു തരുന്നത്. രോഗം വരുന്നതിന് മുന്നേയുള്ള ജീവിതത്തിൽ ഒരു 20 സെക്കൻഡ് പരസ്യത്തിൽ പിസ്സയിലെ ചീസ് വലിഞ്ഞു മുറുകുന്ന ഭാഗം എത്ര നേരം കാണിക്കണം എന്ന കാര്യത്തിൽ ശാഠ്യം പിടിക്കുന്ന ഒരു അർജുനെ നമുക്ക് കാണാൻ സാധിക്കും. രോഗം മൂർച്ഛിച്ച് നിൽക്കുന്ന സമയത്ത് പോലും സ്വന്തം മകളുടെ പേഴ്സണൽ ലൈഫിൽ വല്ലാതെ അങ്ങ് തലയിടുന്ന ഒരു അച്ഛനായിട്ടും അർജുനെ നമ്മൾ കാണുന്നുണ്ട്. ഏതാണ്ട് 30 വർഷത്തിനോട് അടുത്തുള്ള അർജുൻ്റെ ജേണിയാണ് സിനിമയിൽ കാണിക്കുന്നത്. സോ ആകപ്പാടെ 2 മണിക്കൂറുള്ള സിനിമയിൽ ഏതൊക്കെ ഭാഗങ്ങൾ കാണിക്കണം ഏതൊക്കെ കാണിക്കേണ്ട എന്നുള്ളത് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു ഡിസിഷനാണ്. എനിക്ക് തോന്നുന്നത് അവരെടുത്തിട്ടുള്ള ഏറ്റവും റിസ്ക് ഈ ഒരു ഭാഗങ്ങൾ ചൂസ് ചെയ്യുന്നതിലാണ്. ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ള ചില എപ്പിസോഡുകളൊക്കെ വളരെ വേഗത്തിലും കുറച്ചൊക്കെ തമാശ കലർത്തിയും പറഞ്ഞു പോകുന്നുണ്ട്. എന്നാൽ ചില ഭാഗങ്ങൾ ഷൂജിത് സർക്കാരും അദ്ദേഹത്തിൻ്റെ എഡിറ്ററായിട്ടുള്ള ചന്ദ്രശേഖർ പ്രജാപതിയും കുറച്ചധികം സമയം കൊടുക്കുന്നുണ്ട്.
അതായത് അർജുനോട് സ്നേഹവും സഹതാപവും കാണിക്കുന്ന നാൻസി എന്ന നേഴ്സിന് കൊടുത്തിട്ടുള്ളതിനേക്കാൾ ഫുട്ടേജ് അദ്ദേഹത്തിൻ്റെ ഡോക്ടറുമായിട്ടുള്ള സംഭാഷണങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടെ റോ ആയി സിമ്പതി ഇല്ലാതെ കാര്യങ്ങളെ അപ്രോച്ച് ചെയ്യുന്ന ഡോക്ടറുടെ രീതിയിൽ പ്രേക്ഷകനും സിനിമ കാണണം എന്നൊരു നിർബന്ധം ഉള്ളതുകൊണ്ടായിരിക്കണം അങ്ങനെ ചെയ്തത്. ഇതുവരെ മണിരത്നത്തിൻ്റെ ഗുരു ആയിരിക്കണം എല്ലാവരും അഭിഷേക് ബച്ചൻ്റെ ഏറ്റവും മികച്ച പെർഫോമൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടാകാൻ സാധ്യത. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമയ്ക്ക് ശേഷം ഐ വോണ്ട് ടു ടോക്ക് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച പെർഫോമൻസ്. ഒരു നായക നടന് വേണ്ട യാതൊരു ഗ്ലാമർ ഓപ്ഷനുകളും ഇല്ലാത്ത ഈ ഒരു റോളിലേക്ക് അതിമനോഹരമായി പരകായ പ്രവേശം ചെയ്യാൻ അഭിഷേക് ബച്ചന് സാധിക്കുന്നുണ്ട്. അർജുൻ സെൻ എന്ന മനുഷ്യൻ്റെ വാശിയും വൾണറബിലിറ്റിയും ഒക്കെ ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ അടക്കം നടത്തി വളരെ കൺവിൻസിംഗ് ആയിട്ട് അവതരിപ്പിക്കാൻ അഭിഷേക് ബച്ചന് സാധിച്ചിട്ടുണ്ട്. റേയുടെ ഓൾഡർ വേർഷൻ അവതരിപ്പിച്ചിട്ടുള്ള അഹല്യ ബംറു വളരെ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. പുള്ളിക്കാരിയുടെ ശബ്ദം പലപ്പോഴും നമ്മുടെ പാർവതി തിരുവോത്തിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. രണ്ടാം പകുതിയിൽ ഒരു ഘട്ടത്തിന് ശേഷം സിനിമ അർജുൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് മാറി റേയിലേക്ക് വരുന്നുണ്ട്. അത്തരത്തിൽ നരേറ്റീവ് കൺട്രോൾ ചെയ്യുന്ന ഒരു കഥാപാത്രമാകാനുള്ള പക്വത അഹല്യയുടെ പെർഫോമൻസിനുണ്ടായിരുന്നു. റേയുടെ കുട്ടിക്കാലം അവതരിപ്പിച്ച നൈവേദി പെർലിയുടെയും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. അർജുൻ്റെ ഡോക്ടറായിട്ട് വന്നിട്ടുള്ള ജയന്ത് കൃപ്ലാനി ഒരുപാട് നർമ്മ മുഹൂർത്തങ്ങൾക്ക് കാരണക്കാരനാകുന്നുണ്ട്. അർജുനും ഡോക്ടറും തമ്മിലുള്ള പല സീനുകളും കാണുമ്പോൾ പീക്കുവിൽ ഇർഫാൻ ഖാനും അമിതാഭ് ബച്ചനും തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ നമുക്ക് ഓർമ്മ വരും. ക്രിസ്റ്റീൻ ഗൊദാർദാണ് നഴ്സ് നാൻസിയുടെ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ളത്. സിനിമ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ മുഖത്തുണ്ടാകുന്ന ചിരിയുടെ കാരണം ആ സിനിമയിൽ നമ്മൾ കണ്ട ഒരേ ഒരു കഥാപാത്രമല്ല. ഇപ്പോൾ ഒരു ചെറിയ കഥാപാത്രമായിട്ട് സിനിമയിൽ വന്നിട്ടുള്ള ജോണി ലീവർ അവതരിപ്പിച്ചിട്ടുള്ള കഥാപാത്രം അർജുനോട് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. യു ആർ ഐദർ ഡെഡ് ഓർ യു ആർ നോട്ട്. ദർ ഇസ് നോ സച്ച് തിങ് ആസ് യു ഓൾമോസ്റ്റ് ഡൈഡ്. അതായത് ഒന്നെങ്കിൽ നിങ്ങൾ മരിച്ചു അല്ലെങ്കിൽ മരിച്ചിട്ടില്ല, അല്ലാതെ ഞാനിപ്പോൾ മരിച്ചു പോയേനെ എന്ന് പറയുന്നൊരു ന്യായം അങ്ങനെ ഒരു സംഭവം ഇല്ല. കേൾക്കുമ്പോൾ ഗോൽമാൽ ടൈപ്പ് സിനിമകളിലൊക്കെ വരുന്ന വളിപ്പ് കോമഡി പോലെ തോന്നുമെങ്കിലും ചെറുതായിട്ടൊരു പ്രൊഫൗണ്ട്നെസ് ഉള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണത്. ഇത്തരത്തിലുള്ള ചെറുതും വലുതുമായ കഥാപാത്രങ്ങളിൽ നിന്ന് കിട്ടുന്ന ലൈഫ് ലെസൺസിലൂടെയാണ് അർജുൻ സെൻ എന്ന കഥാപാത്രം ഇത്രയും കാലം 20 സർജറിയൊക്കെ ചെയ്ത് ജീവിച്ച് മുന്നോട്ട് പോകാനുള്ള എനർജി കണ്ടെത്തിയത് എന്ന് നമുക്ക് അൾട്ടിമേറ്റ്ലി തോന്നും. സോഫ്റ്റായി പേസ് ചെയ്തിട്ടുള്ള സിനിമകൾ കണ്ടിരിക്കാനുള്ള ക്ഷമ റീലുകൾ തോണ്ടുന്ന ഈ കാലഘട്ടത്തിലും നിങ്ങൾ കൈമോശം വരാതെ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു വ്യത്യസ്തമായ ഫീൽ ഗുഡ് പാക്കേജാണ് ഷൂജിത് സർക്കാരിൻ്റെ ഐ വോണ്ട് ടു ടോക്ക്.